തൻ്റെ രാജ്യത്തും അയൽ രാജ്യങ്ങളിലുള്ള അമ്പലങ്ങളെല്ലാം തന്നെ ആക്രമിക്കുകയും പൊളിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ എന്തുകൊണ്ടാണ് തൻ്റെ രാജ്യത്തുള്ള തൻ്റെ തലസ്ഥാന നഗരിയിൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്ന് നോക്കിയാൽ കാണുന്ന ദൂരമുള്ള ഒരമ്പലം അവിടെ നിലനിർത്തിയത്? പല വിധത്തിൽ അമ്പലം പൊളിച്ച ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിയാണ് ചരിത്ര രേഖകൾ നിരത്തി ഞങ്ങളോട് പറയുന്നത്. മൈസൂർ എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ശ്രീരംഗപട്ടണം. ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന കൊട്ടാരങ്ങളെല്ലാം തന്നെ കാവേരി നദി കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപിനകത്തായിരുന്നു സുരക്ഷിതമായി താമസിക്കുവാനുള്ള ഒരിടം എന്ന നിലക്കാണ് കണ്ടെത്തിയത്. അതിനുള്ളിൽ ഒരു വലിയ ജുമാ മസ്ജിദ് ഉണ്ട്, ആയുധപ്പുരയുണ്ട്, തടവറയുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു അമ്പലവും ഉണ്ട്. നമ്മുടെ ഹൈദർ അലി ടിപ്പു സുൽത്താൻ്റെ ഫാദർ നിലനിൽക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്പലത്തിൻ്റെ മണ്ഡപം പൊളിച്ചു കളയുന്നത്. അത് പൊളിക്കാനുള്ള കാരണം അത് വളരെ ചെറിയൊരു മണ്ഡപമായിരുന്നു. അത് പൊളിച്ച് ഒറ്റക്കല്ല് കൊണ്ടുള്ള വലിയൊരു മണ്ഡപം പൊളിച്ച് പണിതതായി ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് ടിപ്പു സുൽത്താൻ അത് അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുകയും ആ അമ്പലത്തിലേക്ക് 4 പാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, ബൗൾസ് കൊടുത്തായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അവിടെ പൂജാദ്രവ്യങ്ങൾ വിളമ്പുന്നതിന് വേണ്ടി ആ പാത്രം ഉപയോഗിക്കുന്നു എന്നവർ പറയും. രണ്ടാമതായി, ഇന്ന് ടിപ്പു സുൽത്താനെ കുറിച്ച് നിലനിൽക്കുന്ന അസംബന്ധങ്ങൾ. ടിപ്പു സുൽത്താനെ കുറിച്ച് ഈ അസംബന്ധം പറയുണ്ടാക്കിയത് ആരാണ്? ടിപ്പു സുൽത്താൻ്റെ ഏറ്റവും വലിയ എതിരാളികളായിട്ടുള്ള, ടിപ്പു സുൽത്താൻ എന്ന് കേട്ടാൽ കണ്ണിലെ കരട് പോലെയായിട്ടുള്ള ബ്രിട്ടീഷുകാരാണ് ഇതെല്ലാം എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം ഇന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സഹതിപ്പിക്കണം അവരെ കുറിച്ചിട്ട്. ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ ഉള്ളിലൊരു കൊട്ടാരമുണ്ട്. വളരെ ചെറിയൊരു കൊട്ടാരമാണത്, ഒതുങ്ങിയൊരു വീട്. അത് നശിപ്പിച്ച് നാമവിശേഷമാക്കി വെച്ചിട്ടുണ്ട്. ആ ദേഷ്യം തീർത്താണ്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ബ്രിട്ടീഷുകാർ വരച്ച ഫോട്ടോയാണ് ലോകത്തുനിന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, മ്യൂസിയത്തിൽ ലണ്ടനിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ ഫോട്ടോ എന്നത് ആർക്കും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ സർക്കാർ ഒരു തിരക്കിടില്ലാത്തൊരു ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാം മൈസൂർ യുദ്ധം, 2-ാം മൈസൂർ യുദ്ധം, 3-ാം മൈസൂർ യുദ്ധത്തിലും മുഴുവൻ ചതിയായിരുന്നു ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത്. 4-ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ പരാജയപ്പെടുന്നത്. അപ്പോൾ ഒരിക്കലും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന വിധത്തിൽ എന്ത് തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നതല്ല. അവർ ചെയ്തത്, ബ്രിട്ടീഷുകാർ ചെയ്തത് നമ്മളെ തമ്മിലടിപ്പിക്കുക എന്നതാണ്. അതിനുള്ള പല മാർഗങ്ങളും ഇപ്പോൾ കാശ്മീർ പരമായിട്ട് അവരൊരു കുളത്തവിടെ ഇട്ട് പോയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ളൊരു വൈരാഗ്യം ഇട്ട് പോയിട്ടുണ്ട്. എവിടെയൊക്കെ പ്രശ്നം